അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി ചാണ്ടി ഉമ്മൻ MLA-ക്കെതിരെ കോഴിക്കോട് DCC കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക യാത്രയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്ന സംഭവം അന്വേഷിക്കുമെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ പറഞ്ഞു. ചാണ്ടി ഉമ്മനോട് പരിപാടിയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതാണെന്നും വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്നും പ്രവീൺ കുമാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. പ്രവീൺ കുമാറിന്റെ വാക്കുകളിലേക്ക്. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുക്കാൻ ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. അല്ല, ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല. ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടി ഉമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്തറിഞ്ഞത്. ഇല്ലെങ്കിൽ അതെന്താണ് ഞാൻ അന്വേഷിക്കുന്നത്. ഉണ്ട്, ജില്ലയിലുണ്ട്. ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു. ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ദുബായിലായിരുന്നുവെന്നും അതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. അതുമാത്രമല്ല, ഈ പരിപാടി താൻ ഏറ്റിട്ടില്ലെന്നും വിവാദം അനാവശ്യമാണെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. മെനഞ്ഞാന്ന് വരെ ഇന്നലത്തെ പരിപാടി എനിക്കില്ലായിരുന്നു. മെനഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് ദുബായിൽ നിന്നൊരു സഹപ്രവർത്തകൻ പറഞ്ഞു, ചില ചർച്ചകൾ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തണം. ഞാൻ ഒറ്റ ദിവസത്തേക്ക് മീറ്റിങ്ങിന് വേണ്ടി മാത്രം പോയി. ഇന്ന് വെളുപ്പിനെ 3:30-ക്കാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. 5 മണിയായി ഹോട്ടലെത്തിയപ്പോൾ. അപ്പം ഇതൊരു ഏറ്റ പരിപാടിയല്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇത് യൂത്ത് കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് പോരെ എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. അതുമാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള ഒരു സമരത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ യുവജന സമ്പർക്കം. അതിൽ നിന്ന് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് പോരിലേക്ക് തന്നെ വരികയല്ലേ. ഇവിടെ ഷാഫി സിദ്ദിഖ് വിഭാഗങ്ങൾ തമ്മിലുള്ള പോര എന്ന രീതിയിലാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഈ പാർട്ടി ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ ഈ ഷാഫി, രാഹുൽ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് റീൽസ് പരിപാടികളൊക്കെ ആയി മുന്നോട്ട് നീങ്ങുമ്പോൾ റിയൽ ക്യാമ്പയിൻ എന്ന രീതിയിലാണ് ചാണ്ടി ഉമ്മന്റെ വിശേഷിക്കുന്നത്. ഇവിടെ നിലമ്പൂരിലടക്കം തനിച്ച് പ്രചാരണം നടത്തുന്ന ചാണ്ടി ഉമ്മൻ ശ്രദ്ധേയമാവുകയും ചെയ്തു. അതിന്റെ ഒരു തുടർച്ചയെന്ന് തന്നെ വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. കാരണം ഷാഫിക്കൊക്കെ അപ്രമാദിത്വമുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ കോഴിക്കോടുള്ളത്. അവിടുത്തെ യുവജന സമ്പർക്ക പരിപാടിയാണ് രാവിലെ സംഘടിപ്പിച്ചിരുന്നത് കുറിച്ച് ബീച്ചിൽ. ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ചാണ്ടി ഉമ്മനോട് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 പരിപാടികൾ ജില്ലയിലുണ്ട്. അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ രാവിലെ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും രമ്യ ഹരിദാസ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെക്കുറിച്ചാണ് വിശദീകരണം തേടും എന്ന് പ്രവീൺ കുമാർ അറിയിച്ചത്. എന്നാൽ താൻ ഈ പരിപാടി ഏറ്റ പരിപാടി അല്ല എന്നാണ് ചാണ്ടി ഉമ്മന്റെ വിശദീകരണം. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കായി ദുബായിൽ അടിയന്തരമായി പോകേണ്ടി വന്നു. അതിനുശേഷം 3:30-ക്കാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. 5 മണിയോടെയാണ് ഹോട്ടലിൽ എത്തുകയും ചെയ്തത്. ഇതിനുശേഷം പിന്നീട് താൻ മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ചിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം പരിപാടി കഴിഞ്ഞെന്ന് അറിയിച്ചു. അത് കാരണമാണ് താൻ പരിപാടിക്ക് പോകാതിരുന്നത്. DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത് ഞാൻ പാർട്ടിയിൽ തീർത്തോളാം എന്ന് ചാണ്ടി ഉമ്മൻ മറുപടി നൽകുകയും ചെയ്തു. ഒരുപക്ഷെ ഇനിയിപ്പോൾ DCC-യിലോട്ട് ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. മുക്കത്ത് നടക്കുന്ന ഒരു പരിപാടിയിലും പിന്നീട് മുസ്ലിം ലീഗിന്റെ ഒരു റാലിയിലുമാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ ജില്ലയിൽ പങ്കെടുക്കുന്ന മറ്റു പരിപാടികൾ. ചാണ്ടി ഉമ്മൻ പക്ഷേ ഈ പരിപാടി നടക്കുന്ന സമയത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നു അല്ലേ, യുവജന സമ്പർക്കം നടക്കുമ്പോൾ? തീർച്ചയായും രാവിലെ 5 മണിക്കാണ് ചാണ്ടി ഉമ്മൻ ഹോട്ടലിൽ എത്തിയതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ചതെന്നും പറയുന്നു. അപ്പോൾ പരിപാടി തീരാറായി എന്നാണ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് അറിയിക്കുന്നത്. അതായത് രാവിലെ അദ്ദേഹം കോഴിക്കോട് എത്തിയെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താൻ ഈ പരിപാടി ഏറ്റ പരിപാടി അല്ല എന്ന് പറയുമ്പോഴും തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും താൻ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നുവെന്നും പറയുന്നുമുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മന്റെ വാക്കുകളിൽ തന്നെ ഒരു അമർഷം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം പ്രവീൺ കുമാറിനുള്ളത് പാർട്ടിയിൽ തീർത്തോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു വലിയ ഭിന്നത ഈ 2 വിഭാഗങ്ങളും തമ്മിൽ ഉണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. നേരത്തെ തന്നെ ഈ ഒരു ഭിന്നത മറന്നെത്തി പുറത്തു വന്നതുമാണ്. അതിന്റെ ഒരു തുടർച്ചയെന്ന് തന്നെ വേണം നമുക്ക് ഇന്നത്തെ ഈ സംഭവത്തിനെയും വിശേഷിപ്പിക്കാൻ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. യുവജന സമ്പർക്ക പരിപാടിയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നു എന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. ഇതേക്കുറിച്ച് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. അത് പാർട്ടിയിൽ അതിന് മറുപടി പറഞ്ഞോളാം എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. താൻ മനഃപൂർവ്വം വിട്ടുനിന്നിട്ടില്ല, ഈ പരിപാടി താൻ ഏറ്റിട്ടില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്.